ഹലോ എവ്രി വൺ, വെൽക്കം ടു ജേർണീസ് ഓഫ് കപ്പിത്താൻ. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഒരു ചെറിയ ലാഗ് വന്നിട്ടുണ്ട് വീഡിയോയിൽ നിന്ന് എല്ലാവരും പരാതി പറയുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഈദ് സെലിബ്രേഷൻ, വീട്ടുകാരുമായിട്ട് വീണ്ടും കൂടിച്ചേരാൻ കിട്ടിയ ചില അവസരങ്ങൾ, അതൊക്കെ ആയിട്ട് കുറച്ചധികം തിരക്കിലായിരുന്നു. അങ്ങനെയാണ് നമ്മളുടെ കഥ പറച്ചിലും കപ്പലിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പിന്നോട്ടായത്. എന്തായാലും ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഥ പറച്ചിലുകളൊന്നും അവസാനിച്ചിട്ടില്ല. അതുപോലെ ഇതിനിടയിൽ നമ്മൾ ഈ പുട്ടിൽ തേങ്ങ ഇടുന്ന പോലെ കുറച്ചധികം മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇനി വ്ളോഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ചില ജനറലായിട്ടുള്ള സംഗതികൾ കപ്പലിലുണ്ട്. അതേപ്പറ്റി ഒരു പക്ഷേ നിങ്ങൾക്ക് അത്ര കൂടുതൽ അറിവുണ്ടായിരിക്കില്ല. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയിച്ചു കൊണ്ടാവണം നമ്മുടെ കഥ പറച്ചിലും കൂടി മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ കൊണ്ടുപോകേണ്ടത് എന്നൊരു തീരുമാനത്തിലാണ് ഞാൻ. തമ്പനയിൽ കണ്ട പോലെ, ഹെഡിങ് കണ്ട പോലെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരുപാട് പേർ എന്നോട് ചോദിച്ച ആ ചോദ്യമാണ്: കപ്പലിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്, ഏത് എണ്ണയാണ് നിങ്ങൾ അടിക്കുന്നത്, ഏത് പമ്പിൽ നിന്നാണ് നിങ്ങൾ എണ്ണ അടിക്കുന്നത്, എത്രയാണ് കപ്പലിൻ്റെ മൈലേജ്, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്ത്യക്കാരുടെ ഒരു സ്വഭാവമാണല്ലേ, എന്ത് വണ്ടി ആയിക്കോട്ടെ, കാറായിക്കോട്ടെ, ജീപ്പായിക്കോട്ടെ, ഇനി ബെൻസ് വണ്ടി ആയിക്കോട്ടെ, ഔഡി ആയിക്കോട്ടെ, ഏതാണെങ്കിലും നമ്മൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം അല്ല എത്ര മൈലേജ് കിട്ടും എന്നുള്ള ആ ചോദ്യമാണ്. ആ ചോദ്യത്തിനും കൂടിയുള്ള ഉത്തരവാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ജേർണീസ് ഓഫ് കപ്പിത്താനിലേക്ക് സ്വാഗതം. നമ്മൾ കാറുകളിലും അതുപോലെ ജീപ്പുകളിലും നമ്മുടെ വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഡീസലും പെട്രോളും എല്ലാം ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് ക്രൂഡ് ഓയിൽ നിന്നാണ്. കപ്പലിൻ്റെ ഇന്ധനവും ഉണ്ടാക്കിയിട്ടുള്ളത് ക്രൂഡ് ഓയിൽ നിന്നാണ്. ക്രൂഡ് ഓയിൽ നിന്നുള്ള ഫ്യൂവൽസിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഡിസ്റ്റിലേറ്റ് ഫ്യൂവൽസ്, മറ്റൊന്ന് റെസിജ്വൽ ഫ്യൂവൽസ്. ക്രൂഡ് ഓയിലിനെ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ ആ ചൂടാക്കുന്ന ഘട്ടത്തിലുണ്ടാകുന്ന ചൂടിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്കരണ പ്രക്രിയയുടെ ഭാഗമായി ലഭിക്കുന്ന വിവിധ തരം ഫ്യൂവലുകളാണ് നമ്മുടെ മണ്ണെണ്ണ, പെട്രോള്, ഡീസൽ, ഗ്യാസ് ഓയിൽ എല്ലാമെല്ലാം. അതായത് ക്രൂഡ് ഓയിൽ നിന്ന് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു ചേമ്പറിൽ താഴെ ക്രൂഡ് ഓയിൽ താഴെ വെച്ച് ചൂടായി കഴിഞ്ഞാൽ ഓരോ തട്ടുകളിലും നിങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ ക്വാളിറ്റിയിലുള്ള ഓയിലുകളെയാണ് നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പെട്രോളും ഡീസലും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഏതിൽ നിന്നാണ്? ക്രൂഡ് ഓയിൽ നിന്ന് തന്നെയാണ്. കപ്പലിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് ഹെവി ഫ്യൂവൽ ഓയിലാണ്. അതായത് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ഓരോ ഡയറക്ഷനും കഴിഞ്ഞ് ഏറ്റവും അവസാനം എത്തുന്ന ഒരു സംഗതിയാണ് ഹെവി ഫ്യൂവൽ ഓയിൽ. നമ്മൾ പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ പോലെ ഒഴിക്കാൻ അത്ര എളുപ്പമുള്ളൊരു സംഗതിയല്ല ഹെവി ഫ്യൂവൽ ഓയിൽ. ഇത് നല്ല ടാറ് പോലെ കട്ടിയുള്ള ഒരു പദാർത്ഥമാണ് ഹെവി ഫ്യൂവൽ ഓയിൽ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കാറിലും ജീപ്പിലും ഒന്നും ഉപയോഗിക്കാത്തതെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഇത് നല്ല ടാറ് പോലെയാണ്. ടാറ് പോലെയുള്ള സംഗതികൾ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സാധാരണ വണ്ടിയിൽ ഉപയോഗിക്കുക? പറ്റില്ല. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത് കപ്പലിൽ ഉപയോഗിക്കുന്നത്? കപ്പലിൽ ഇതിനെ ഉപയോഗപ്രദമാക്കാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഹീറ്റ് ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനും നല്ല ഹൈ ടെമ്പറേച്ചർ പ്യൂരിഫയേഴ്സ് കപ്പലിൽ ഉണ്ട്. സെറ്റിലിംഗ് ടാങ്കിൽ നിന്ന് ഒരു ഹീറ്റർ വഴി ചൂടാക്കിയിട്ട് ഈ ടാറിൻ്റെ സ്വഭാവമുള്ള ഫ്യൂവൽ ഓയിലിനെ നമ്മൾ പ്യൂരിഫയറിലേക്ക് കടത്തിവിടും. ഒരു ഡിസ്ട്രിബ്യൂട്ടർ വഴി പ്യൂരിഫയർ ബൗളിലേക്ക് ഈ ചൂടായ ഓയിലിനെ നമ്മൾ കടത്തിവിടും. അതായത് ഈ ഹെവി ഫ്യൂവൽ ഓയിലിനെ നമ്മൾ ചൂടാക്കിയാലേ അതിൻ്റെ വിസ്കോസിറ്റി കൂടുള്ളൂ. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ ആ ഒഴുകാനുള്ള ഒരു കഴിവ് ചൂടാക്കുമ്പോഴാണല്ലോ. നമ്മുടെ നാട്ടിൽ ടാറൊക്കെ ചൂടാക്കിയിട്ടല്ലേ നമ്മൾ ഒഴുക്കാറ്. അതുപോലെ ചൂടാക്കിയിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യുന്നു? ഒരു ഡിസ്ട്രിബ്യൂട്ടർ വഴി പ്യൂരിഫയറിൻ്റെ ബൗളിലേക്ക് കടത്തിവിടും. ഡർട്ടി ആയിട്ടുള്ള ഓയിൽ ഈ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ലോക്കുകളിൽ എത്തുന്ന സമയത്ത് ഡിസ്ക് സ്റ്റാക്ക് വഴി മുകളിലേക്ക് ഉയരും. ഈ ഡർട്ടി ഓയിൽ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ലോക്കുകളിൽ എത്തുന്ന സമയത്ത് ഈ സൈഡിൽ നിങ്ങൾ കാണുന്ന ഡിസ്ക് സ്റ്റാക്ക് വഴി മുകളിലേക്ക് ഇതിനെ ഉയർത്തും. ഈ പ്യൂരിഫയറിൻ്റെ വാളിൻ്റെ സെൻറ്ററിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് കടത്തിവിടുന്ന ഈ ഓയിൽ കണ്ടിന്യൂസ് ആയിട്ട് ക്ലീൻ ചെയ്യപ്പെടുന്നു. ഇങ്ങനെ ക്ലീൻ ചെയ്ത ഈ ഫ്യൂവലിനെ ഫ്യൂവൽ ലെവൽ റിംഗ് വഴി കളക്ഷൻ ചേമ്പറിലേക്ക് എത്തിക്കും. ഇവിടുന്ന് ക്ലീൻ ആയിട്ടുള്ള ഓയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഹെവി ഫ്യൂവൽ ഓയിൽ ക്ലീൻ ആക്കിയതിന് ശേഷം എൻജിനിലേക്ക് ഓയിൽ പേരിങ് ഡിസ്ക് വഴി പമ്പ് ചെയ്യും. അങ്ങനെ നല്ല ക്ലീൻ ആയിട്ടുള്ള കത്താൻ എളുപ്പമുള്ള ഓയിൽ എൻജിനിലേക്ക് എത്തും.
അതേ സമയത്ത് ഈ നമ്മുടെ ഫ്യൂൽ ഓയിലുള്ള വെള്ളത്തിൻ്റെ അംശം, സ്ലഡ്ജ്, അതുപോലെ മറ്റ് ഖരപദാർത്ഥങ്ങൾ അവയെല്ലാം ഓയിലിനേക്കാളും ഹെവിയാണ് അല്ലേ. സ്വാഭാവികമായിട്ടും ഓയിലിനേക്കാളും ഹെവി ആയതുകൊണ്ട് അത് താഴെ സെറ്റിലാവും. എന്നിട്ട് ഇവയെ പിന്നീട് സ്ലഡ്ജ് ടാങ്കിലേക്ക്, കപ്പലിലുള്ള മറ്റൊരു സ്ഥലമാണ് സ്ലഡ്ജ് ടാങ്ക്, അതിൽ ഈ ഓയിലിൽ നിന്നുള്ള ഡേർട്ടി ആയിട്ടുള്ള ഓയിലൊക്കെ കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് സ്ലഡ്ജ് ടാങ്ക്. അങ്ങനെ ഈ സ്ലഡ്ജ് ടാങ്കിലേക്ക് മാറ്റുകയും ചെയ്യും. ഇതാണ് ഈ പ്യൂരിഫയർ ആണ് ബേസിക്കലി നമ്മുടെ കപ്പലിലെ ഹെവി ഓയിലിനെ, ടാറ് പോലെ കനമുള്ള ഹെവി ഫ്യൂൽ ഓയിലിനെ പ്യൂരിഫൈ ചെയ്തിട്ട് കപ്പലിൻ്റെ എൻജിനിൽ കത്താൻ സഹായകമാകുന്ന രീതിയിലുള്ള ഒരു ഓയിലാക്കിയിട്ട് മാറ്റുന്നത്. ഞാൻ ഈ ടെക്നിക്കലൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടെങ്കിൽ സോറി, ഇതെങ്ങനെയാണെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളൂ. ഈ പ്യൂരിഫയേഴ്സ് നമ്മുടെ കാറിലും ജീപ്പിലും ഒക്കെ വെച്ചൂടെ? ഈ പ്യൂരിഫയേഴ്സ് നമ്മുടെ കാറിലോ അല്ലെങ്കിൽ ജീപ്പിലോ ലോറിയിലോ ഒന്നും ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത്ര ഫീസിബിളോ എക്കണോമിക്കലോ അല്ലെങ്കിൽ ഭാരം അതിനകത്ത് കൊള്ളാവുന്ന രീതിയിലുള്ള ഒന്നുമല്ല. ചുരുക്കം പറഞ്ഞാൽ ഈ പ്യൂരിഫയർ നമ്മുടെ സാധാരണ വണ്ടികളിലൊന്നും ഫിറ്റ് ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല. പിന്നെ എന്തിനാണ് ഈ ഹെവി ഫ്യൂൽ ഓയിൽ കപ്പലിൽ ഉപയോഗിക്കുന്നത്? സാധാരണ ഡീസലും പെട്രോളും ഉപയോഗിച്ചാൽ പോരെ? ഹെവി ഫ്യൂൽ ഓയിൽ കപ്പലിൽ ഉപയോഗിക്കാനുള്ള കാരണം ഇത് വളരെ ചീപ്പാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കമ്പാരിറ്റീവ്ലി മറ്റ് ഇന്ധനങ്ങളെ അപേക്ഷിച്ച് ചീപ്പായിട്ടുള്ള ഒരു ഇന്ധനമാണ് ഹെവി ഫ്യൂൽ ഓയിൽ. മാത്രമല്ല ഈ ഹെവി ഫ്യൂലിൽ ആഡ് ചെയ്യുന്ന കാറ്റലിസ്റ്റുകൾ സിലിക്ക അല്ലെങ്കിൽ അലുമിനിയ ഇതിൻ്റെയൊക്കെ ബൈ പ്രൊഡക്ട്സുകളാണ്. ഈ കാറ്റലിസ്റ്റുകൾ എന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ ഹൈഡ്രോ കാർബൺസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് കത്തുന്ന പ്രോസസ്സിനെ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവ നല്ല അബ്രസീവ് ആയിട്ടുള്ള നേച്ചറിലുള്ളതാണ്. ഇത് നമ്മുടെ കാറിൻ്റെ എഞ്ചിനിലോ മറ്റ് എഞ്ചിനുകളിലോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എഞ്ചിൻ നാശവും. ഇത് കപ്പലിലുണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ കപ്പലിൽ നേരത്തെ പറഞ്ഞ പ്യൂരിഫയേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് കപ്പലിനെ വലിയ രീതിയിൽ ഇതൊന്നും ബാധിക്കുന്നില്ല. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗിൻ്റെ ആകത്തുകയായിട്ടുള്ള കപ്പലിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണെന്ന് ചോദിച്ചാൽ ഹെവി ഫ്യൂവൽ ഓയിൽ എന്ന് പറയുന്ന ഇന്ധനമാണ്. പക്ഷേ നിലവിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഇന്ധനത്തിനുണ്ട്. ഒന്ന്, ഇതിൽ നിന്നുള്ള എമിഷൻ വളരെ കൂടുതലാണ്. നമ്മൾ BS6 എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതിൻ്റെയൊക്കെ ഒരുപാട് അധികമാണ് ഹെവി ഫ്യൂവൽ കൊണ്ടുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണം. അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ഒരു റൂൾ കൊണ്ടുവന്നു. ഇതിലെ സൾഫറിൻ്റെ അളവ് കുറച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇനി അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നിലവിൽ കപ്പലുകളിൽ ഉപയോഗിക്കുന്നത് വെരി ലോ സൾഫർ ഹെവി ഫ്യൂൽ ഓയിലുകളൊക്കെയാണ്. അതായത് ഹെവി ഫ്യൂൽ ഓയിൽ തന്നെ അതിലെ സൾഫറിൻ്റെ കണ്ടൻറ്റ് കുറച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ചില പോർട്ടുകൾ ഇത് ഉപയോഗിക്കാനേ പാടില്ല. പകരം അവിടെ ഉപയോഗിക്കുക മെറൈൻ ഗ്യാസോലൈൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ MDO എന്ന് പറയുന്ന ഓയിലാണ്. ഈ ഓയിൽ MDO എന്ന് പറയുന്നതും നമ്മുടെ ഹെവി ഫ്യൂൽ ഓയിലിനേക്കാൾ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. നിലവിൽ വെരി ലോ സൾഫർ ഫ്യൂൽ ഓയിൽ എന്ന് പറയുന്ന VLSFO എന്ന് പറയുന്ന ഈ സംഗതി കപ്പലുകളിലൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇതാണ് കപ്പലുകളിൽ ഉപയോഗിക്കുന്ന ഫ്യൂവലിനെ കുറിച്ചിട്ടുള്ള ഒരു ആകത്തുക എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എണ്ണ അടിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഫുജൈറയും സിംഗപ്പൂരും റോട്ടർഡാമും ഒക്കെയാണ്. അതിനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലങ്ങളിലാണ് ഏറ്റവും വില കുറവായിട്ട് ഈ എണ്ണ കിട്ടുക. പക്ഷെ നമ്മളെ കപ്പലുകൾ എണ്ണ അടിക്കാൻ വേണ്ടി മാത്രം റോട്ടർഡാമിലേക്കോ അല്ലെങ്കിൽ ഫുജൈറയിലേക്കോ അതല്ലെങ്കിൽ സിംഗപ്പൂരിലേക്കോ പോകാറില്ല. പോകുന്ന വഴിയിൽ ഇതിൻ്റെ അടുത്ത് കൂടെ ഒക്കെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന സമയത്ത് തൃശ്ശൂരിൽ നിന്ന് ഒന്ന് എണ്ണ അടിക്കാൻ വേണ്ടി പോകുന്ന പോലെ അടുത്താണ് ഈ പറയുന്ന സ്ഥലങ്ങളെങ്കിൽ മാത്രമാണ് നമ്മളിവിടേക്ക് പോകാറുള്ളൂ. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ കപ്പലിൽ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് ഈ ഹെവി ഫ്യൂൽ ഓയിലും അതുപോലെ MGO മറൈൻ ഗ്യാസ് ഓയിലും MDO മറൈൻ ഡീസൽ ഓയിലും ഒക്കെ കുഞ്ഞു ഷിപ്പുകളെ, നമ്മളതിനെ ബങ്കർ ബാർജുകൾ എന്നാണ് വിളിക്കുക, അവർ അത് നിറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് സപ്ലൈ ചെയ്യാണ് ചെയ്യുക. അതൊരു വലിയ ബിസിനസ്സാണ് കേട്ടോ. നിങ്ങൾക്ക് കുറേ കാശൊക്കെ ഉണ്ടെങ്കിൽ കൊച്ചിയിൽ ഒരു ബങ്കർ ബാർജൊക്കെ മേടിച്ചിട്ടിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ എണ്ണ പമ്പുകളില്ലേ, HP അതുപോലെ ഇന്ത്യൻ ഓയിൽ, ഇവരൊക്കെ എണ്ണ പമ്പുകളില്ലേ, അപ്പോൾ അതിന് നമുക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പമ്പ് നടത്തിയിട്ട് ആൾക്കാർ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ല. അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ ഒരു ബങ്കർ ബാർജൊക്കെ മേടിച്ചിട്ട് ഒരു ഫ്ലോട്ടിംഗ് എണ്ണ പമ്പൊക്കെ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. നമ്മുടെ കൊച്ചിയിൽ മുംബൈയിലൊക്കെ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. നല്ല പൈസക്ക് നല്ല ചിലവുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എണ്ണ അടിക്കുന്നത്. ഇനി നമ്മൾ കേരളീയരുടെ പ്രധാന സംശയമായിട്ടുള്ള മൈലേജിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. കപ്പലിൽ നമ്മുടെ കാറിലും ജീപ്പിലും ഒക്കെ നമ്മൾ പെർ ലിറ്റർ എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളതാണ് നമ്മൾ സാധാരണ ചർച്ച ചെയ്യാറുള്ളത്. പക്ഷേ കപ്പലിൽ സാധാരണ ചർച്ച ചെയ്യാറുള്ളത് ഒരു സ്പെസിഫൈഡ് RPM, ഫോർ എക്സാമ്പിൾ 88 RPM, 55 RPM
ഈ RPMന് എഗെയിൻസ്റ്റ് എത്ര കൺസംഷൻ വരും എന്നുള്ളതാണ് സാധാരണ നമ്മൾ ചർച്ച ചെയ്യാറുള്ളത്. അത് തന്നെ ഒരു ദിവസത്തിൻ്റെ ആവറേജാണ് എടുക്കാറുള്ളത്. അതായത് ഇപ്പോൾ കപ്പൽ 88 RPMൽ നമ്മുടെ എൻജിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 അവേഴ്സിൽ ഇങ്ങനെ ഈ ഒരു RPMൽ സ്റ്റീം ചെയ്യാൻ എത്ര ഫ്യൂവൽ വേണം, അങ്ങനെയാണ് സാധാരണ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. ഇത് നമ്മുടെ കാറിൻ്റെയും ബൈക്കിൻ്റെയും ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ 24 മണിക്കൂറും ഒരേ സ്പീഡിൽ നിങ്ങളുടെ കാർ ഓടിച്ചാൽ എത്ര കിലോമീറ്റർ നിങ്ങൾ പോയി എന്നതുപോലെ പകരമായിട്ട് കപ്പലിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 24 അവേഴ്സിൽ ഒരു സ്പെസിഫൈഡ് RPM പോകുമ്പോൾ എത്രയാണ് കൺസംഷൻ വരിക എന്നുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ഷിപ്പിൽ അതൊരു വലിയ ഷിപ്പായിരുന്നു, വെരി ലാർജ് ഓർ കാരിയർ ആയിരുന്നു. അതിൽ ഒരു ദിവസം 83 RPMൽ പോകുന്ന സമയത്ത് ഉണ്ടായിരുന്ന കൺസംഷൻ എന്ന് പറയുന്നത് 85 ടൺസ് ഓഫ് ഫ്യൂൽ ഓയിലാണ്. നമ്മൾ ലിറ്ററിലാണ് സംസാരിക്കാറുള്ളത്, ഇവിടെ ടണ്ണിലാണ് അല്ലേ. ഒരു ലിറ്റർ എണ്ണ നിങ്ങൾ പറയുന്നത് നമ്മൾ പറയാറില്ലേ, ഒരു ബൈക്കിന് നമ്മുടെ ബൈക്കിൻ്റെ CT100ൻ്റെ കേസ് എടുക്കുക. CT100ൽ ഒരു ലിറ്റർ എണ്ണ അടിച്ചാൽ എനിക്ക് തോന്നുന്നു 100 കിലോമീറ്റർ പോകുമെന്നാണ് അവരെ പരസ്യം എനിക്ക് തോന്നുന്നത്. അതുപോട്ടെ 60 കിലോമീറ്റർ നമുക്ക് എടുക്കാം ഒരു ലിറ്റർ എണ്ണയ്ക്ക്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഒരു 80 ടണ്ണ് ഫ്യൂവൽ 24 മണിക്കൂർ ഓടാൻ വേണ്ടിയിട്ട്. ചില ദിവസങ്ങളിൽ നമ്മൾ ഈ 24 മണിക്കൂറുകൾ കൊണ്ട് 350 നോട്ടിക്കൽ മൈൽ പോകാറുണ്ട്, ചില സമയത്ത് 300 നോട്ടിക്കൽ മൈൽ പോകാറുണ്ട്, ചില സമയത്ത് 250 നോട്ടിക്കൽ മൈൽ പോകാറുണ്ട്, ചില സമയത്ത് 180 നോട്ടിക്കൽ മൈൽ പോകാറുണ്ട്. അതിനൊക്കെയുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കപ്പലിൻ്റെ കവർ ചെയ്യപ്പെടുന്ന ഡിസ്റ്റൻസ് പ്യുവർലി ഡിപ്പെൻഡ് ഓൺ ദ സീ കണ്ടീഷൻ. സീ റഫ് ആണോ, കാറ്റ് കുറവാണോ, കറണ്ട് അടിയിലൂടെയുള്ള വെള്ളത്തിൻ്റെ പ്രവാഹം അത് നമുക്ക് ഫേവറബിൾ ആണോ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് കപ്പലൊരു ദിവസം കവർ ചെയ്യപ്പെടുന്ന ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നാട്ടിലാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ വേണമെങ്കിൽ നമ്മുടെ റോഡിൽ കട്ടറുണ്ടോ അല്ലേ, ട്രാഫിക് കുറവാണോ എന്നൊക്കെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മുടെ നാട്ടിലെ മൈലേജ്. അതുപോലെ തന്നെ കടലിലെ മൈലേജ് എന്ന് പറയുന്നത് ഈ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള കടലും അറ്റ്മോസ്ഫിയറും അതുപോലെ വെതർ കണ്ടീഷൻസും കറണ്ടിൻ്റെ ഫേവറബിലിറ്റിയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മൈലേജ്. കടലിൽ നിങ്ങൾ ട്രാഫിക് ഉണ്ടോ ഇല്ലയെന്ന് സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ട്രാഫിക് കടലിലുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതൊക്കെയാണ് കപ്പലിൽ ഉപയോഗിക്കുന്ന എണ്ണയും കപ്പലിൻ്റെ മൈലേജിനെ കുറിച്ചൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.